വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി കൊച്ചിയിലെ സ്വകാര്യ ബസ് ജീവനക്കാർ ഒരു ദിവസത്തെ സർവീസിൽ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന തുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൽകും. ബസ് ജീവനക്കാരുടെ പ്രവർത്തനത്തിന് യാത്രക്കാരിൽ നിന്നും പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നത്. കൊച്ചിയിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അങ്ങോളം ഇങ്ങോളം കേരളത്തിനകത്തും പുറത്തുമായി നിരവധി പേരാണ് സഹായത്തിനായി എത്തുന്നത്. അപ്പോൾ തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ എല്ലാ മേഖലയിലുള്ളവരും പരിശ്രമിക്കുന്നുണ്ട്. കൊച്ചിയിൽ 9 സ്വകാര്യ ബസ്സുകളാണ് ഇന്നത്തെ യാത്രയ്ക്ക് കിട്ടുന്ന തുക. അത് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന തങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. കൊച്ചിയിൽ എറണാകുളത്തോടുന്ന 9 ബസ്സുകൾ നന്ദനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കീഴിലുള്ള 9 സ്വകാര്യ ബസ്സുകളാണ് ഇന്ന് കിട്ടുന്ന കളക്ഷനുകൾ, അവരുടെ ഇന്ന് കിട്ടുന്ന തുക അത് വയനാട്ടിലേക്ക് കൈമാറാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബസ്സിലേക്ക് എത്തുന്ന യാത്രക്കാർ അവർക്ക് അവരുടെ യാത്രയ്ക്കുള്ള പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു തുക മാത്രമല്ല, അവരുടെ മനസ്സഴിഞ്ഞ് എത്ര രൂപ നൽകുന്നോ അത് വയനാട്ടിലേക്ക് തന്നെ കൊടുക്കും. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിയായിരിക്കും ഇവർ കൈമാറുക. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്വകാര്യ ബസ്സിലാണ്, നന്ദനം ലിമിറ്റഡിന്റെ. നമുക്ക് അതിലെ ജീവനക്കാരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, നമുക്കറിയാം വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്, നമ്മുടെ കൂടപ്പിറപ്പുകൾ. അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാനായി കേരളത്തിൽ മാത്രമല്ല വിദേശത്തൊക്കെ ആളുകൾ സഹായിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഒരു സ്വകാര്യ ബസ് ജീവനക്കാരെന്നുള്ള ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ഇന്നത്തെ ഓട്ടത്തിൽ കിട്ടുന്ന തുക അങ്ങോട്ടേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? നമ്മളിവിടെ ഓരോ ഇതേപോലത്തെ ദുരന്തങ്ങളും ഇങ്ങനത്തെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളെ ബസ്സുകൾ ചികിത്സാ സഹായമായാലും മറ്റുമായാലും നമ്മൾ ഓടുന്നതാണ്. ഈ ഒരു വയനാടിന്റെ അവസ്ഥയിൽ നമ്മുടെ നന്ദനം ഫൗണ്ടേഷൻ കളമശ്ശേരിയുടെ 9 ബസ്സുകൾ ഇന്ന് സർവീസ് നടത്തുന്നുണ്ട്. ഏകദേശം എത്ര രൂപയായിരിക്കും നമുക്ക് സാധാരണ ഒരു പിരിച്ചു കിട്ടുന്നത്? പൊതുവേ ഒരു 20 രൂപ അടുത്തൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കിപ്പോ ലാസ്റ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ടില്ല, ലാസ്റ്റ് നമുക്ക് അറിയുള്ളൂ. ആൾക്കാരൊക്കെ മോശമില്ലാത്ത രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇറങ്ങേണ്ട പോയിന്റുകളുടെ തുകയല്ലാണ്ട് അധിക തുക ഇടുന്നവരും, ഒന്നെങ്കിൽ ബസ് ചാർജ്, ടിക്കറ്റ് ചാർജ്, അല്ലെങ്കിൽ അവർക്ക് ആ സംഭവമാണ് തരാം. നേരത്തെ നമ്മൾ മറ്റു ആവശ്യ സാധനങ്ങളായ അരി, മറ്റു സാധനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്നാണ് ഇപ്പൊ നമ്മുടെ വണ്ടികൾ ഓടുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി തന്നെയായിരിക്കും ഇത് കൊടുക്കുക? അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയില്ല, നമ്മൾ ഓണറിന്റെ ഇതിലാണ്. എന്താണ് ഈ ബസ് ചാർജ് അല്ലാണ്ട് കൂടുതൽ തുകകളൊക്കെ ആളുകൾ തരുന്നുണ്ടല്ലേ? തരുന്നുണ്ട്, നല്ല രീതിയിൽ തരുന്നുണ്ട്. ഈ ഒരു സംരംഭത്തിന് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള എന്താണ് പറയാ, എല്ലാവരും ഭയങ്കരമായിട്ട് അവരെങ്ങനെയും സഹായിക്കുക, അവരെങ്ങനെയും ഇതാക്കുക എന്നുള്ള ഇതിലാണ് യാത്രക്കാരെല്ലാരും ഇതാക്കുന്നത്. രാവിലെ മുതലായിട്ട് നല്ലൊരു ഇതാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഈ ബസ് ഏത് റൂട്ടിലാണ്? ഇത് നമ്മളിപ്പോ ഏലൂര് ഗാന്ധിനഗറാണ്. ഗാന്ധിനഗർ ബാക്കി 9 ബസ്സുകളും നമ്മുടെ 9 വണ്ടികളുണ്ട്. നമ്മൾ പല റൂട്ടുകളായിട്ടാണ് ഓടുന്നത്. എല്ലാം ഏലൂർ വണ്ടികൾ തന്നെയാണ്. ഇന്ന് ഒരു ദിവസത്തെ കളക്ഷൻ? ഇന്നൊരു ദിവസത്തെ കളക്ഷനാണ്. മൊത്തം എല്ലാ വണ്ടികളുടെയും ഒരു ദിവസത്തെ കളക്ഷൻ നമ്മൾ ഇതിലേക്ക് കൊടുക്കാം. അതെ, ഈ ബസ് ജീവനക്കാർ നടത്തുന്ന വലിയൊരു ലക്ഷ്യം തന്നെയാണ്. അത് നിറവേറട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം വയനാട്ടിൽ അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വീട് വേണം, അല്ലെങ്കിൽ അവർക്കൊരു ജോലി വേണം. ഇതിനെല്ലാം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള വലിയ ഒരു സംഭാവന, ചെറിയൊരു തുക ആയിക്കോട്ടെ, പക്ഷേ അത് വലിയ രീതിയിൽ നാളത്തേക്ക് അവർക്ക് വലിയ രീതിയിൽ ഗുണമാകട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. ചേട്ടാ, ഈ ഒരു വയനാട്ടിലേക്കുള്ള ഇന്ന് ഈ ബസ്സിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന കാശ് വയനാട്ടിലുള്ള ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ കൂടപ്പിറപ്പുകൾക്കുള്ളതാണ്. അതിലൊരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മളെ ബസ് ചാർജ് അല്ലാതെ അധികം തുക ഇടുന്ന ആളുകളും ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങളിപ്പോ ഇതിപ്പോ രണ്ടാമത്തെ വണ്ടിക്ക്, ഫസ്റ്റ് വണ്ടിക്കും കൂടെ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ ഒന്ന് ഞങ്ങൾ കൊടുത്തതാണ്. ഇപ്പൊ ഈ വണ്ടിക്കും കൊടുത്തു. സന്തോഷത്തോടെ സന്തോഷമാണ്, നല്ല സന്തോഷം. നമ്മുടെ ദുരിതം അനുഭവിക്കുന്നവർ നമ്മുടെ ആളുകൾ കൂടിയാണ്. നമ്മുടെ രക്തബന്ധം തന്നെ അവരെല്ലാവരും അങ്ങനെ ഞങ്ങൾ കൊടുത്തത്. അങ്ങനെ ചെറിയ തുക ആയിക്കോട്ടെ കൊടുക്കുന്നതിൽ വളരെ സന്തോഷമാണ് ആളുകൾക്ക്. തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇത്തരത്തിലൊരു സഹായം ചെയ്യുന്നത് സന്തോഷത്തോടുകൂടിയാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ ചേച്ചി, ഇന്ന് ബസ്സിൽ കൊടുക്കുന്ന കാശ്
നാട്ടിലേക്കാണ് എത്തുന്നത്. അതിൽ സന്തോഷമുണ്ടോ? അതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും. ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് അങ്ങനെ എല്ലാ യാത്രക്കാരും വലിയ സന്തോഷത്തിലാണ്. തങ്ങൾക്കും ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ, തങ്ങളാൽ കഴിയുന്ന ഒരു സഹായം വയനാട്ടിലെ നമ്മുടെ ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തന്നെയാണ്. ഒപ്പം ഈ ഒരു ബസ് ജീവനക്കാരുടെ ഈ ഒരു ഉദ്യമത്തിനും അതിനും വലിയ പിന്തുണ തന്നെയാണ് ലഭിക്കുന്നത്. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.